അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന ഓരോ നന്മയും തിന്മയും നമ്മുടെ രണ്ട് ഭാഗങ്ങളിൽ റഖീബ് അതീദ് എന്ന് പേരുള്ള രണ്ട് മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ആ നന്മയും തിന്മയും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവിടുത്തെ ആ മീസാനിൽ, ആ തുലാസിൽ വെച്ച് തൂക്കപ്പെടും എന്നും നമുക്കറിയാം. അവിടെ നന്മയുടെ ഭാഗമാണ് ഭാരം കൂടുന്നത് എങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്കും, തിന്മയുടെ ഭാഗമാണ് ഭാരം കൂടുന്നത് എങ്കിൽ നമ്മൾ നരകത്തിലേക്കുമാണ് പോകുന്നത്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെറും രണ്ട് കലിമത്തുകളുള്ള, രണ്ട് വാക്കുകളുള്ള ഒരു ദിക്ർ പഠിപ്പിക്കുന്നുണ്ട്. ആ ദിക്റിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ മീസാനിന്റെ നന്മയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഭാരം കൂടാൻ ആ ദിക്ർ ഉപകരിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിക്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവുകൊണ്ട് വളരെ ലഘുവായ വാക്കുകളാണ് രണ്ട് കലിമത്തുകൾ. സഖീലതാനി ഫിൽ മീസാൻ, അത് ഈ മീസാൻ എന്ന് പറയുന്ന ഈ തുലാസിൽ, അത് നന്മയുടെ ഭാഗം ഏറ്റവും കൂടുതൽ ഭാരം കൂടുന്ന ദിക്റുകളാണ്. മാത്രവുമല്ല, ഹബീബതാനി ഇലർ റഹ്മാൻ, അള്ളാഹുവിനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കലിമത്തുകളുമാണ്. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആർക്കാ ചെല്ലാൻ കഴിയാത്തത്? വളരെ ലഘുവായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ വളരെ ലഘുവായ വാക്കുകളാണ്. അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകളാണത്. അതുകൊണ്ട് അള്ളാഹുവിനിക്ക് വളരെ ഇഷ്ടമുള്ള വാക്കുകളുമാണ്. മാത്രവുമല്ല, ഈ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം, ഭാരം കൂടുന്ന വാക്കുകളുമാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ദിക്റുകൾ നിലനിർത്താൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദിക്ർ പറഞ്ഞു തരുമ്പോൾ എൻ്റെ ദർസുകാല ജീവിതത്തിലേക്കാണ് ഓർമ്മകൾ പോകുന്നത്. അതായത് മഗ്രിബ് ബാങ്കിന്റെ 20 മിനിറ്റ് മുമ്പ് തന്നെ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ഞങ്ങളൊക്കെ ഹാളറായിരിക്കണം. ഉസ്താദിന്റെ നിയമമായിരുന്നു അത്. ഉസ്താദ് ചെക്ക് ചെയ്യും ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ വന്നിട്ടില്ല എന്ന്. അവിടെ ആ സഫിൽ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ തസ്ബീഹുകൾ ചൊല്ലും. അതിന്റെ കൂടെ ചൊല്ലാൻ വേണ്ടി പല നാട്ടുകാരും കൂടെ വന്നിരിക്കാറുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ഉസ്താദ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. റഹ്മാനായ രാജ സയ്യിദായ അള്ളാഹുവെ, ഞങ്ങളുടെ ഉസ്താദിന് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നിന്റെ പൊരുത്തത്തിലായി അന്തസ്സോടെ അഭിമാനത്തോടെ നീ നീട്ടിക്കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എല്ലാ ദർസുകളിലും അതുപോലെ ആയിരിക്കും. ചില ദർസുകളിൽ ഒരു മുതഅല്ലിമ് ചൊല്ലിക്കൊടുക്കും, മറ്റുള്ള ആളുകൾ ഏറ്റു ചൊല്ലും. ചില ദർസുകളിൽ എല്ലാവരും ഒന്നിച്ചു ചൊല്ലുകയായിരിക്കും. ഏതായാലും ആ മനോഹരമായ തസ്ബീഹ് അത് കേൾക്കാൻ തന്നെ അതൊരു ഭംഗിയായിരുന്നു. ആ നാട്ടിന് തന്നെ അതൊരു ഉണർവായിരുന്നു. ദർസ് ഉള്ള മുതഅല്ലിമീങ്ങളുള്ള പള്ളികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് ഇൽമുകൾ പഠിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത്, ഈ ദിക്ർ, ഈ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ഈ ദിക്ർ നമുക്കെല്ലാവർക്കും പതിവാക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. റമളാനാണ് വരുന്നത്. ഒരുപാട് ഇബാദത്തുകൾ ഇഖ്ലാസോട് കൂടി ചെല്ലാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.